യാത്രക്കാർക്ക് സഹായകമായി ഭാരത് ടാക്സിയും വരുന്നു. നവംബറിൽ ഇതിന്റെ ആദ്യഘട്ടം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കുറഞ്ഞ ചെലവിൽ സുരക്ഷിത യാത്ര ഒരുക്കുന്ന പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ 650 ഡ്രൈവർമാർ പദ്ധതിയുടെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെയും ദേശീയ ഇ ഗവേണൻസ് ഡിവിഷന്റെയും കീഴിൽ വികസിപ്പിച്ചെടുത്ത സർക്കാർ പിന്തുണയുള്ള സംരംഭമാണ് ഭാരത് ടാക്സി. രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനമാണിത്. പദ്ധതിയിൽ ഡ്രൈവർമാരെ സഹ ഉടമകളും ഓഹരി ഉടമകളുമാകാൻ അനുവദിക്കുന്നു. അതുവഴി അവർക്ക് കൂടുതൽ അധികാരം ഉത്തരവാദിത്തവും നൽകുകയും ചെയ്യുന്നു. ഇതിന്റെ പൈലറ്റ് ഘട്ടം നവംബറിൽ ആരംഭിക്കും. പദ്ധതിയിൽ ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ടതില്ല. മുമ്പ് രാജ്യത്ത് അവതരിപ്പിച്ച സ്വകാര്യ കമ്പനികളുടെ സംരംഭങ്ങളുടെ പോരായ്മ ഡ്രൈവർമാർ നിശ്ചിത തുക കമ്പനികൾക്ക് നൽകേണ്ടിയിരുന്നു എന്നതാണ്. മാത്രമല്ല, ഈ കമ്മീഷൻ വിഷയത്തിൽ കമ്പനികൾ സർവീസ് ചാർജ് എന്ന പേരിൽ വലിയ തുക യാത്രക്കാരിൽ നിന്ന് ഈടാക്കുമായിരുന്നു. എന്നാൽ സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കേ ഭാരത് ടാക്സി ഈടാക്കൂ. ഈ തുക മുഴുവൻ ഡ്രൈവർക്ക് ലഭിക്കുകയും ചെയ്യും. ക്യാബ് ഡ്രൈവർമാർക്ക് അവരുടെ വരുമാനത്തിന്റെ 100% ലഭിക്കും. അതിനാൽ മറ്റ് സ്വകാര്യ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിലവിലുള്ള കമ്മീഷൻ അധിഷ്ഠിത സംവിധാനം ഇല്ല. ഇത് യാത്രക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കുകളും നൽകും. ഭാരത് ടാക്സികളുടെ ഡ്രൈവർമാരെ സാരഥികൾ എന്ന് വിളിക്കും. ഡ്രൈവറുടെ ഉടമസ്ഥതയിലുള്ള ക്യാബുകളെയാണ് ഈ സേവനം ലക്ഷ്യമിടുന്നത്. യാത്രക്കാർക്ക് ന്യായവും അപ്രതീക്ഷിതമായ തരത്തിൽ കുറഞ്ഞ നിരക്കുകളും പ്രതീക്ഷിക്കാം എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ബുക്കിംഗ്, ശുചിത്വമുള്ള വണ്ടികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. തുടക്കം ഡൽഹിയിലായിരിക്കും. പിന്നീട് മറ്റു പ്രധാന നഗരങ്ങളിലും ക്രമേണ രാജ്യവ്യാപകവുമാക്കാനാണ് പദ്ധതി.